പവർ പ്ലേയിൽ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അവരുടെ ബൗളർമാർക്ക് മേലെ അഗ്രഷൻ കാണിക്കണമെന്ന്. പക്ഷേ അവൻ മികച്ച രൂപത്തിൽ കളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആ തീരുമാനം മാറ്റി. അവന് കൂടുതൽ സ്ട്രൈക്ക് കൊടുക്കുക, ഹിയർ ആൻഡ് ദെയർ കുറച്ച് ബൗണ്ടറി അടിക്കുക, അങ്ങനെ പോകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. സാക്ഷാൽ വിരാട് കോഹ്ലി പറയുകയാണ് ദേവദത്ത് പടിക്കലിനെ കുറിച്ച്. വിരാട് കോഹ്ലിയുടെ പ്ലാന് പോലും മാറ്റിച്ചു, തിരുത്തിച്ചു ദേവദത്ത് പടിക്കൽ. അത്രയും മികച്ചൊരു ഇന്നിങ്സാണ് ആർ സി ബിക്ക് വേണ്ടി ഇന്നലെ എസ് ആർ എച്ചിനെതിരെ അദ്ദേഹം കളിച്ചിട്ടുള്ളത്. മത്സരം ഗംഭീരമായിട്ട് ആർ സി ബി വിജയിച്ചല്ലോ. 6 വിക്കറ്റിന് വിജയമാണ്. 15.4 ഓവറുകളിൽ 202 എന്ന വിജയലക്ഷ്യത്തിലേക്ക് അവർ കുതിച്ചെത്തുകയായിരുന്നു. കിങ് കോഹ്ലിയുടെ പതിവ് പോലെയുള്ള മികച്ചൊരു ഇന്നിങ്സ് ഉണ്ട്. അദ്ദേഹം 38 പന്തിൽ നിന്ന് 69 റൺസ് അടിച്ചു. എന്നാൽ ദേവദത്ത് പടിക്കൽ ഇപ്പോൾ അത്ഭുതം പലർക്കും തോന്നുന്നുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ നിലവിലെ ഫോം നോക്കിയാൽ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതേപോലെ തന്നെ അവൻ കളിച്ചാൽ തീർച്ചയായിട്ടും ആർ സി ബിയുടെ ഇത്തവണത്തെ മുന്നേറ്റത്തിൽ സുപ്രധാനമായൊരു പങ്ക് അദ്ദേഹത്തിന് വഹിക്കാനുണ്ട്. വെങ്കടേഷ് അയ്യർക്ക് സ്ഥാനം കൊടുക്കണം, അദ്ദേഹത്തെ മാറ്റി, അതായത് പടിക്കലിനെ മാറ്റി എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു ഇടയും ഇപ്പോഴില്ല എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്ത് കാണിക്കുന്നു. മനോഹരമായിട്ടുള്ള ഇന്നിങ്സാണ് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ആക്രമിക്കുകയായിരുന്നു. 26 പന്തിൽ നിന്നാണ് 7 ഫോറും 4 സിക്സും അടക്കം 61 റൺസ് അദ്ദേഹം അടിച്ചത്. 234.62 സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത്. ദേവദത്ത് പടിക്കലാണ് യഥാർത്ഥത്തിൽ എതിരാളികളിൽ നിന്ന് ആ കളി ആർ സി ബിക്ക് അനുകൂലമാക്കിയിട്ട് വളരെ പെട്ടെന്ന് മാറ്റിയത്. അത് കിങ് കോഹ്ലി പറയുന്നുണ്ട്. ഓപ്പണൻസിൽ നിന്ന് ഗെയിം എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർത്തത് ദേവദത്ത് പടിക്കലാണ് എന്ന്. എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും അദ്ദേഹത്തിന് മേൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്നസ്വാമി സ്റ്റേഡിയം ഇന്നലെ സ്റ്റാൻഡിംഗ് ഒവേഷനാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഇത്തവണ പടിക്കൽ ഒരു പൊളി പൊളിക്കും.